بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ വിശ്വാസികളെ, സഹോദരങ്ങളെ, സർവ്വലോകരക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സൂക്ഷിച്ച് പരലോകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന സ്വാലിഹുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരായിട്ടാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിന്റെ പ്രകൃതിയും അതിന്റെ സ്വഭാവവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. അതിലൊന്നാണ് ഖുലിഖൽ ഇൻസാനു ദഈഫ. പൊതുവെ മനുഷ്യരെ അഹങ്കരിക്കും. അധികാരം കിട്ടുമ്പോഴും സ്വത്തുണ്ടാകുമ്പോഴും സൗന്ദര്യത്തിലും നാടിന്റെ മേന്മ പറഞ്ഞും കുടുംബത്തിന്റെ മേന്മ പറഞ്ഞും ഒക്കെ അഹങ്കരിക്കാറുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി മനുഷ്യൻ ഏറ്റവും ദുർബലനാണ്. ഒരു ചെറിയ കാരണം മതി അവന്റെ ദൗർബല്യം അവന് തന്നെ ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഖുലിഖൽ ഇൻസാനു ദഈഫ എന്ന് പറഞ്ഞത്. മനുഷ്യൻ ദഈഫായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വേറൊരിടത്ത് ഖുർആൻ പറഞ്ഞത് വകാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദല. മനുഷ്യന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലും പിടിച്ച് തർക്കിക്കും. തർക്ക സ്വഭാവം എന്ന് പറയുന്ന കൂടുതലാണ്. അതേപോലെ സൂറത്തുൽ ബലദിൽ അല്ലാഹു പറഞ്ഞത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ജീവിതത്തിൽ ക്ലേശം, ബുദ്ധിമുട്ട്, ഇത് സഹിക്കേണ്ട ഒരു നിലയിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ്. അവ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അത് സഹിക്കണം, അത് ക്ഷമിക്കണം. അത് മനുഷ്യൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ ആ ബുദ്ധിമുട്ടും ക്ലേശവുമൊക്കെ പരീക്ഷണങ്ങളായി, ശിക്ഷകളായി, ഇനി അതൊന്നും അല്ലാത്ത നിലയ്ക്കും
ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിൽ വലിയൊരു പരീക്ഷണ വേളയിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ജീവിക്കുന്ന നമ്മുടെ ഈ നാടുകളെന്നല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും യുദ്ധക്കെടുതിയുടെ ബുദ്ധിമുട്ടുകൾ, ഇതിന്റെ പ്രയാസം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആളുകളും ചാനലുകളും ദൃശ്യ പത്രമാധ്യമങ്ങളും ഒക്കെ അവരവരുടേതായ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും നാലാള് കൂടുന്നിടത്ത് പറയുന്നതും അഭിപ്രായം പങ്കിടുന്നതൊക്കെ അധികവും ഇപ്പൊ ഈ വിഷയങ്ങളാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കണമെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 83-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ ജാഅഹും അംറും മിനൽ അംനി അവൽ ഖൗഫി അദാഉ ബിഹി. അല്ലാഹു ചില ആളുകളുടെ സ്വഭാവം പറയുകയാണ്. സമാധാനവുമായോ യുദ്ധഭീതിയുമായോ ബന്ധപ്പെട്ട വല്ല വാർത്തയും അവർക്ക് വന്നു കിട്ടിയാൽ അവരതാ ഒന്നും നോക്കാതെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും. ആ വിഷയം അള്ളാന്റെ റസൂലിലേക്കും കാര്യബോധവും വിവരവുമുള്ള ആളുകളിലേക്ക് അവർ മടക്കുകയായിരുന്നെങ്കിൽ ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. അവരിൽ നിന്ന് നിരീക്ഷിച്ചു മനസ്സിലാക്കുവാൻ കഴിവുള്ളവർ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമായിരുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമായിരുന്നു. എന്നിട്ട് അല്ലാഹു ആ ആയത്തിന്റെ അവസാനം പറഞ്ഞു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മ ലത്തബഅതുമുശ് ശൈത്വാന ഇല്ലാ ഖലീലാ. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു. അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ അനുഗ്രഹവും അവരിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ, അള്ളാഹു അവരിൽ ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ ലത്തബഅതുമുശ് ശൈത്വാന ഇല്ലാ ഖലീലാ. കുറഞ്ഞ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും ശൈത്താന്റെ മാർഗത്തെ പിൻപറ്റുമായിരുന്നു എന്നാണ്. അള്ളാന്റെ പ്രത്യേകമായൊരു തൗഫീഖും അനുഗ്രഹവും കൊണ്ടാണ് നമുക്ക് സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളെയും ആ പിശാച് വലയിലാക്കുകയും അവന്റെ വഴിക്ക് ആളുകൾ തിരിഞ്ഞു പോവുകയും ചെയ്യായിരുന്നു. ഈ ആയത്തിന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഇനി സമാധാനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഇതൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ അത് കേട്ട പാതി കേൾക്കാത്ത പാതി പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. ഒരു മുസ്ലിമിന്റെ നിലപാടല്ല എന്നാണ് പറയുന്നത്. അതേപോലെ യുദ്ധവാർത്തകളുമായി വരുന്ന പോസ്റ്റുകളും മറ്റുമൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. യുദ്ധം എന്ന കടുത്ത പരീക്ഷണത്തിലൂടെ അനവധി തവണ കടന്നുപോയവരാണ് സ്വഹാബികൾ, പിന്നീട് വന്ന താബിഈകൾ, അതിനുശേഷം വന്ന തബഉ താബിഈകളൊക്കെ. അതില് നമ്മൾ ഓർക്കേണ്ട ഒരു യുദ്ധഘട്ടം ഖന്തക്കിൻ്റെതാണ്. ബദറും മുഹ്ദും കഴിഞ്ഞ് ഹിജറ 5-ാം വർഷമാണ് ഖന്തക്ക് യുദ്ധം നടക്കുന്നത്. ഖുർആനിൽ അതിനെ വിശേഷിപ്പിച്ചത് അഹ്സാബ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ അഹ്സാബ് എന്നാണ്. 33-ാമത്തെ സൂറത്ത്. സൂറത്തുൽ അഹ്സാബ് എന്ന് പറഞ്ഞാൽ കക്ഷികൾ എന്നാണ് അതിന്റെ അർത്ഥം. കക്ഷികൾ മദീനയിലെ ജൂതന്മാരും മക്കയിൽ നിന്ന് പുറപ്പെട്ട ഖുറൈശികളും മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ടെന്ന് പറഞ്ഞ് കൂടിയ പല ഗോത്രങ്ങളും, ഇവരെല്ലാം കൂടി ഒരൊറ്റ ടീമായിട്ടാണ് മുസ്ലിങ്ങൾക്കെതിരെ പോരാടിയത്. അതുകൊണ്ടാണ് ആ യുദ്ധത്തിന് അഹ്സാബ് യുദ്ധം എന്ന് പേര് വന്നത്. ആ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ശരിക്കും ഈമാനുള്ളവരെയും മനസ്സിൽ നിഫാക്ക് കിടക്കുന്ന ആളുകളെയും അള്ളാഹു നന്നായി വേർതിരിച്ച ഒരു യുദ്ധമായിരുന്നു അഹ്സാബ് യുദ്ധം. മുസ്ലിങ്ങൾ ഈ ഒരു യുദ്ധത്തെ നേരിടുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾ നിൽക്കുന്ന ഘട്ടത്തിലാണ്. കടുത്ത ദാരിദ്ര്യത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന വക്കിന്റെ നിൽക്കുന്ന സമയത്താണ് ഈ അഹ്സാബ് യുദ്ധം നടക്കുന്നത്. അഹ്സാബ് യുദ്ധത്തിന്റെ ഓരോ രംഗങ്ങളും അള്ളാഹു വിശദീകരിച്ചിട്ടുള്ള അധ്യായമാണ് സൂറത്തുൽ അഹ്സാബ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല
10 മുതൽ 12 വരെയുള്ള ആയത്തുകളിൽ പറയുന്നു, ഇദ്ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ് സാഗത്തിൽ അബ്സ്വാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതളുന്നൂന ബില്ലാഹി ളുനൂന. ആ യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പുള്ള ഒരു ഘട്ടം അല്ല പറഞ്ഞു തരിക, നിങ്ങളുടെ മുകൾ ഭാഗത്തുകൂടിയും താഴ്ഭാഗത്തുകൂടിയും അവർ നിങ്ങളുടെ അടുക്കൽ വന്ന സന്ദർഭം ഓർക്കുക. നിങ്ങളുടെ ദൃഷ്ടികൾ തെന്നിപ്പോവുകയും ഹൃദയങ്ങൾ തൊണ്ടയിലേക്ക് എത്തുകയും നിങ്ങൾ അള്ളാഹുവെ പറ്റി പല ധാരണകളും വെച്ച് പുലർത്തുകയും ചെയ്തിരുന്ന സന്ദർഭം. ആ പ്രയോഗങ്ങളൊക്കെ നോക്കൂ. കണ്ണ് തെറ്റിപ്പോവാ, നേരെ നോക്കാൻ പറ്റുന്നില്ല, നേരെ നിൽക്കുന്നില്ല. അത്ര വലിയൊരു പരീക്ഷണ ഘട്ടമായിരുന്നു ഖന്തക്കിന്റെ വേള എന്നാണ്. ഹൃദയം തൊണ്ടയിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് മറ്റൊരു പ്രയോഗം. ഹൃദയങ്ങൾ തൊണ്ടയിലേക്ക് എത്തിപ്പോയി, ഒരു വാക്ക് പറയാൻ പറ്റാത്ത, തൊണ്ടയിലെ വെള്ളം പറ്റാന്ന് പറഞ്ഞില്ലേ, അത്ര വലിയൊരു കടുത്ത പരീക്ഷണ ഘട്ടമായിരുന്നു ആ ഖന്തക് യുദ്ധം എന്നാണ്. മുസ്ലിങ്ങളെ എല്ലാരും കൂടെ കൂടിയിട്ട് വളഞ്ഞു 3000 വരുന്ന പരമദരിദ്രരായ മുസ്ലിം സമൂഹത്തെ എല്ലാ നിലയ്ക്കും ഒരുങ്ങി വന്ന 10,000-ഓളം വരുന്ന ശത്രുക്കൾ വളഞ്ഞു. ആ ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അറിയാവുന്ന പേർഷ്യയിലെ ഒരു യുദ്ധതന്ത്രം, കിടങ്ങ് കുഴിക്കുക. ആ കിടങ്ങ് അവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അവർ നിർഭയരല്ല, പേടിയിലാണുള്ളത്. ആ സമയത്ത് അള്ളാഹു പറയാൻ, അള്ളാഹിനെ പറ്റി, ഇതെന്താണ് റബ്ബ് സഹായിക്കാത്തത്? അള്ള സഹായിക്കുമെന്ന് പറഞ്ഞല്ലേ, അള്ള നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അള്ള പറയാ, ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂൻ വസുൽസിലൂ സിൽസാലൻ ശദീദാ. ആ സമയത്ത് വിശ്വാസികൾ അതിശക്തമായി പരീക്ഷിക്കപ്പെട്ടു, കിടുകിടാ വിറപ്പിക്കപ്പെട്ടു. അപ്പോൾ അതാ മുനാഫിക്കുകൾ പറയുന്നു, വഇദ യഖൂലുൽ മുനാഫിഖൂൻ വല്ലദീന ഫീ ഖുലൂബിഹിം മറദ്. ഹൃദയത്തിൽ രോഗമുള്ള മുനാഫിക്കുകളായ ആളുകൾ പരസ്പരം സ്വകാര്യം പറയുകയാണ്, മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ. അല്ലാഹ് നമ്മളോട്, റസൂല് നമ്മളോട് പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടെങ്കിലും അതെല്ലാം വഞ്ചനയുടെ വാഗ്ദാനമാണ്, അതൊന്നും പാലിക്കപ്പെടൂല. അല്ലാഹ് നമ്മളെ കൈവിട്ടു, ഇനി നമുക്ക് രക്ഷയില്ല എന്ന് ആര് പറയാൻ തുടങ്ങി? ഈമാനുള്ളവരല്ല, മനസ്സിൽ നിഫാഖുള്ള ആളുകൾ. പക്ഷെ ഈമാനുള്ളവർ പോലും അള്ളാഹിനെ പറ്റി പലതും ധരിച്ചുപോയി എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അവിടെ മുഅ്മിനുകളും മുനാഫിക്കുകളും വേർതിരിക്കപ്പെടുകയാണ്. അതിനുശേഷമാണ് അള്ളാഹിന്റെ സന്തോഷ വാർത്ത വരുന്നത്. റബ്ബിന്റെ സഹായമുണ്ട്, മലക്കുകൾ ഇറങ്ങി, ആ കിടങ്ങിന്റെ അപ്പുറത്ത് ശക്തമായി കാറ്റടിച്ചു, ശത്രുക്കളുടെ തമ്പുകൾ പറന്നുപോയി, അവർ പേടിച്ച് ഭയവിഹ്വലരായി ഓടി തിരിച്ചോടി എന്നാണ് പിന്നെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. സഹോദരങ്ങളെ നോക്കുക, യുദ്ധമുഖത്തെ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പരാജയ ഭീതി നിൽക്കുന്ന സമയത്ത് പോലും അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ പരീക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പരീക്ഷണങ്ങൾ വിശ്വാസിയെ തളർത്താനല്ല അല്ലാഹ് നൽകുന്നത്, പരീക്ഷണങ്ങൾ വിശ്വാസിയെ കരുത്തുറ്റതാക്കാനാണ്. ഈമാൻ കൊണ്ടല്ലാതെ, തൗഹീദ് കൊണ്ടല്ലാതെ ഒരിക്കലും വിശ്വാസിക്ക് കരുത്തർജിക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അഹ്സാബ് യുദ്ധം. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും. ഈ സമയത്ത് സുബഹിക്ക് എഴുന്നേൽക്കുമ്പോഴും തഹജ്ജുദിലും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ വരുന്ന ഒരു വാക്കുണ്ട്, എന്താ? അള്ളാഹുവേ സമാധാനം നൽകണേ, യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം, അള്ളാഹുവേ സമാധാനം നൽകണമേ, അല്ലേ? ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികളെ നീ പരാജയപ്പെടുത്തണേ, സ്വസ്ഥത നൽകണേ എന്നുള്ള പ്രാർത്ഥന അറിഞ്ഞോ അറിയാതെയോ, അല്ലെ, നമ്മുടെ മനസ്സിൽ വാക്കുകളായിട്ടല്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, പരീക്ഷണം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ മാത്രം ഒതുക്കാനുള്ളതല്ല. അള്ളാഹു പറയുന്നു, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക് ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ ലഅല്ലഹും യതദറഊൻ. അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങാനുള്ള, റബ്ബിലേക്ക് വിനയാന്വിതരാകാനുള്ള അവസരമാണ് ഇത്തരം പരീക്ഷണ ഘട്ടങ്ങൾ. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഊ. അള്ളാഹു ചോദിക്കുകയാണ്, നമ്മുടെ പരീക്ഷണം വന്നിട്ട്, നമ്മുടെ ശിക്ഷ വന്നിട്ട്
എന്തുകൊണ്ടാണ് റബ്ബിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കാൻ തയ്യാറാകാത്തത്? മറിച്ച് ആ സമയത്ത് പോലും അവന്റെ ഹൃദയം പിന്നെയും പിന്നെയും കടുത്തു പോവാൻ, ഖുശൂ ഉണ്ടാകുന്നില്ല, റിക്കത്തുണ്ടാകുന്നില്ല, മനസ്സ് നിർമ്മലതയുള്ളതാകുന്നില്ല, വീണ്ടും കടുത്തു പോവാൻ, കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കണം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം, റബ്ബിലേക്ക് കൂടുതൽ വിധേയരാവണം. പരീക്ഷണങ്ങൾ അതിനുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും നിർഭയത്വവും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. ബനുൽ മുസ്തലഖ് യുദ്ധത്തെ തുടർന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാരാരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ അറിഞ്ഞോ അറിയാതെയോ പ്രമുഖരായ സ്വഹാബികൾ പോലും, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ പോയ സ്വഹാബികൾ പോലും അത് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് സൂറത്തു നൂറിലെ കുറെ വചനങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചു. അതിൽ 15-ാം വചനം ഇങ്ങനെയായിരുന്നു: ഇത് തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങൾ നിങ്ങളുടെ നാവുകൾ കൊണ്ട് ചില വാക്കുകളെ ഏറ്റെടുത്തിരിക്കുന്നു. വതഖൂലൂന ബിഅഫ്വാഹികും, ഇടം വലം നോക്കാതെ നിങ്ങളത് നിങ്ങളുടെ നാവുകൾ കൊണ്ടങ്ങ് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ, നിങ്ങൾക്കതിന് കൃത്യമായ തെളിവൊന്നുമില്ല. വതഹ്സബൂനഹു ഹയ്യന, അത് കേട്ട പാതി കേൾക്കാത്ത പാതി പറഞ്ഞങ്ങനെ പ്രചരിപ്പിക്കുമ്പോ അതൊരു നിസാര കാര്യമായിട്ട് നിങ്ങൾ കാണുന്നു. വഹുവ ഇൻദല്ലാഹി അളീം, പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് അത് വൻ പാപമാണ്, ഏറെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ഈ ഒരായത്ത് ഇവിടെ പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചിരിക്കുകയാണ്. എങ്ങനെയും നമ്മൾ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കണം, അപ്പുറത്തുള്ള ആൾ പരാജയപ്പെടണം. അതിന് എന്തെല്ലാം ആളുകൾ പടച്ചുവിടുന്നോ അതെല്ലാം അതേപടി ഏറ്റു പറയുന്ന, ഷെയർ ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടായാൽ എലക്ഷൻ കഴിയും, റിസൾട്ട് വരും, നമ്മുടെ പരലോകം പോയിട്ടുണ്ടാകും. എത്രയോ അമലുകൾ ചെയ്യുന്ന ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലിന്റെ കുറവ് കൊണ്ടല്ല നാളെ പരലോകത്തവർ നരകത്തിൽ പോയി വീഴുന്നത്, അവരുടെ നാവിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് എന്ന്. അതുകൊണ്ട് അപവാദങ്ങൾ നിറഞ്ഞ പോസ്റ്ററുകളും വാർത്തകളും വന്നേക്കും. മറ്റൊരാളെ പല നിലയ്ക്കും ഇകഴ്ത്തുകയും ഇടിച്ചു താഴ്ത്തുകയും ചെയ്യുന്ന വാർത്തകൾ വന്നേക്കും. നാം പിന്തുണയ്ക്കുന്ന ആള് ജയിക്കണം എന്നുള്ള നിലയ്ക്ക് അത് ഷെയർ ചെയ്താൽ ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥി ജയിക്കുമെങ്കിലും ആത്യന്തികമായ പരാജയം നമുക്കുണ്ടാകുമെന്ന ബോധത്തോടു കൂടി ആയിരിക്കണം ഇത്തരം മേഖലകളിൽ ഇടപെടേണ്ടത്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടിയുള്ള ഒന്നാണ്. അത് മറ്റൊരു തലത്തിലാണെന്ന് കാണപ്പെടുന്നതെങ്കിലും ആ മൂല്യത്തോടു കൂടി ആയിരിക്കണം ആ മേഖലയിൽ നമ്മൾ നിലകൊള്ളേണ്ടതും നമ്മൾ സംസാരിക്കേണ്ടതും നമ്മുടെ ചർച്ചകൾ കടന്നു വരേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിനെ കൂടുതൽ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളെയും സ്വീകരിക്കുമാറാവട്ടെ. 3-4 ആഴ്ചകളിലായി ഭീതിയിലും വിഷമങ്ങളിലും മനോദുഃഖങ്ങളിലും അങ്ങനെ പല രൂപത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ കെടുതികൾ ഇവിടെയെന്നല്ല എല്ലായിടത്തും ബാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സ്വസ്ഥതയും നിർഭയത്വവും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. യുദ്ധത്തിന്റെ കെടുതികളിൽ പ്രയാസപ്പെടുന്ന അനേകരുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാരങ്ങൾ വെട്ടിപ്പിടിക്കാൻ, നാടുകളെ കുട്ടിച്ചോറാക്കാൻ, സ്വസ്ഥമായി ജീവിക്കുന്ന നാടുകളെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളെ
അള്ളാഹു സുബ്ഹാനഹു വ തആല നിലക്ക് നിർത്തുമാറാവട്ടെ. അവന്റെ അധികാര ശക്തി കൊണ്ട് അവന്റെ ഖുദ്റത്തിനെ അള്ളാഹു നമ്മുടെ കൺമുമ്പിൽ കാണിച്ചു തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പരീക്ഷണങ്ങളിൽ തളരാതെ ഈമാനിന്റെ കരുത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്കും ക്ഷമയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.